democratic republic which ensures justice, liberty, fraternity and freedom. അതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ നീതിയും തുല്യമായ സമത്വവും തുല്യമായിട്ടുള്ള സഹവർത്തിത്വവും നൽകുന്നതിനു വേണ്ടി സർവാത്മന സ്വയമേ പ്രതിജ്ഞയെടുത്ത ഒരു ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പാട്ട് ഇത് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് കിട്ടിയിട്ടില്ല, അത് ഈ രാജ്യത്തെ പിന്നോക്കക്കാർക്ക് കിട്ടിയിട്ടില്ല, അത് ഈ രാജ്യത്തിന്റെ ദലിതന് കിട്ടിയിട്ടില്ല. ഈ കിട്ടലുകളിലേക്ക് സോഷ്യൽ ഡെമോക്രസിയിലൂടെ രാജ്യത്ത് മാറ്റമുണ്ടാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊന്നും നമുക്ക് പറയാനില്ല. കഴിഞ്ഞ ദിവസവും കോഴിക്കോട് ജനശ്രീ മിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണി പറഞ്ഞു, എന്റെ ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ പ്രത്യേകമായി ഞാൻ കേരളത്തിന് കൊടുക്കുന്നു. എന്നുവെച്ചാൽ ആന്റണി ചായന്റെ അമ്മായിയപ്പന്റെ വകയാണോ, ശ്രീധരൻ കൊടുത്ത വകയാണോ ഈ 20 കോടി രൂപ? ആരാണ്, എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേവലം വോട്ട് ബാങ്കുകളായി മാത്രം മാറിയിരിക്കുന്ന ആളുകള് അവര് തിരിച്ചറിയണം. പിന്നെ അന്ധമായ രാഷ്ട്രീയ വിരോധം പറഞ്ഞിട്ട് ഈ രാജ്യത്ത് അന്തസ്സോടുകൂടി ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ തയ്യാറാകണം. അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചിന്തയുമായി ഒരുമിച്ച് രംഗത്ത് വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ വിമോചനത്തിനല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളുടെയും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും വിഷയമാക്കാതെ അവരുടെ വിമോചനത്തിന് വേണ്ടി കളർന്നു വരണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാജ്യം വളർന്നിട്ടില്ലേ? ഉണ്ടല്ലോ. ആരാ വളർന്നത്? ടാറ്റയ്ക്ക് വളർച്ച, ബിർളയ്ക്ക് വളർച്ച, അംബാനി സഹോദരന്മാർക്ക് വളർച്ച, യെദ്യൂരപ്പമാർക്ക് വളർച്ച. പക്ഷെ ഈ രാജ്യത്ത് അടിസ്ഥാന വർഗങ്ങൾ വളർന്നിട്ടില്ല. 16,000 ഗ്രാമങ്ങളിൽ കക്കൂസുകളില്ല, പൊതുവിദ്യാലയങ്ങളില്ലാത്ത നാട് ഇന്ത്യ രാജ്യം. അറിയണം നമ്മള്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് 1.5 ലക്ഷം രൂപ കൊടുത്താൽ മനോഹരമായി പെരുമ്പാവൂരിന്റെ ഈ തീരത്തുകൂടി ഓടി നടക്കുന്ന ഒരു നാനോ കാർ വേണമെന്നല്ല ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് 1.5 ദിവസം കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് വയറ് നിറച്ച് കഴിയാൻ ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്ഥിതി ഉണ്ടാകുമോ, അതിനെക്കുറിച്ചാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് 4000-ഓളം വരുന്ന ഏക്കർ സ്ഥലം കൊണ്ടുപോയിട്ട് ഇന്തോനേഷ്യയിലെ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുമ്പോ 88 ഏക്കർ കൊണ്ടുപോയിട്ട് ടാറ്റയ്ക്ക് VS അച്യുതാനന്ദൻ 99 വർഷത്തെ പാട്ടക്കരാറിന് കൊടുക്കുമ്പോ ഈ രാജ്യത്തെ പാവങ്ങൾ ആലോചിക്കുന്നത് റിലയൻസിന് കൊടുക്കുന്ന 450 500 ഒക്കെ ഏക്കർ സ്ഥലം അവിടെ കൊടുക്കുമ്പോ ദലിതനായ സഹോദരന് തന്റെ മാതാവ് ജീവിച്ചിരിക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാമ്പത്തികമായി ഗുണമില്ലാതെ വന്നിട്ട് അവസാനം തന്റെ പുറംപോക്കിൽ കെട്ടിയുണ്ടാക്കിയ ഒരു കുടിലിൽ കിടന്നിട്ട് സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് എന്റെ മാതാവിന്റെ ശരീരത്തെ ഒന്ന് മറവാണാൻ ഒരു തുണ്ട് ഭൂമി തരുമോ എന്ന് ചോദിക്കുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാ എന്ന് പറഞ്ഞിട്ട് 1.5 ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം മാതാവിന്റെ ശവശരീരത്തിലേക്ക് ഈച്ചകൾ വന്നിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ തന്റെ കരളിന്റെ കഷ്ണമായ സ്വന്തം മാതാവിനെ പെറ്റുപോറ്റി വളർത്തിയ മാതാവിന്റെ ശരീരത്തെ ആ കുടലിന്റെ അകത്തളത്തിലുള്ള അടുക്കള മാന്തിയിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടേണ്ടി വരുന്ന ഈ രാജ്യത്തിന്റെ ദലിതനായ സഹോദരൻ ആവശ്യപ്പെട്ടത് എനിക്ക് കയറിക്കിടക്കാൻ 4000 ഏക്കർ എന്നല്ല, ഒരു 1.5 സെന്റ് ഭൂമി എന്റെ മാതാവിനെ ഒന്ന് കുഴിച്ചിടാൻ തരുമോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ ബാധ്യതയില്ല ഈ രാജ്യം ഭരിച്ച 52 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലേ? അതുകൊണ്ട് ഈ രാജ്യം ഇവിടെ എത്തപ്പെട്ടതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ? കോൺഗ്രസിന് തന്നെയാണ്. കൈ കഴുകി മാറാൻ കഴിയില്ല. പിന്നീടോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അതിനെതിരെ വന്നുവെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകള് ഞാൻ വിശദീകരിക്കുന്നില്ല രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട് അല്ലെ? പെപ്സിക്കോളയ്ക്ക് വേണ്ടി, കൊക്കോകോള കമ്പനിക്കൊക്കെ വേണ്ടി ഇന്ത്യയുടെ ജലവിഭവങ്ങൾ ഊറ്റിക്കൊടുക്കുമ്പോ രാജ്യത്തിന്റെ മണ്ണിൽ നമുക്കെന്താ ഒരു കോള ഫാക്ടറി തുടങ്ങാൻ കഴിയില്ലേ? വിഷാംശമില്ലാത്ത ഒരു കോള ഫാക്ടറി നമുക്ക് തുടങ്ങിയാൽ എന്താ കുഴപ്പം? അമേരിക്കക്കാരന് ജലാംശം വിറ്റുകൊണ്ടിരിക്കുന്നു, രാജ്യത്തെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ. നമ്മൾ പഠിക്കണത് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം. അതല്ലാതെ കക്കൂസ് പണിയാൻ എനിക്ക് 5000 രൂപ തന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തില്, അതല്ല ഇപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനാണല്ലോ എന്റെ വീടിന് വേണ്ടി 35,000 രൂപ സബ്സിഡി തരുമെന്ന് പറഞ്ഞിട്ട് കേവലം അതിനുവേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള വിമോചനത്തിന്റെ പോരാട്ടത്തിലാണ് ഇനി നമ്മൾ നിലകൊള്ളേണ്ടത്. എന്നാൽ മാത്രമേ ആ രാജ്യം അതേ രീതിയിൽ നിലകൊള്ളുകയുള്ളൂ. രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ? ഒരു ദലിതൻ, ആ ദലിതന്റെ കുടുംബം 2 ദിവസം കഴിയുമ്പോൾ ഒരു ദലിത് കുടുംബത്തെ തകർത്ത് കത്തിക്കരിച്ച് കളയുന്ന നാട് ഇന്ത്യ രാജ്യം. 8 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ദലിത് സ്ത്രീയുടെ മാനത്തെ മാന്തിക്കീറുന്ന രാജ്യം ഇന്ത്യ രാജ്യം. വേദനയില്ല കോൺഗ്രസ്സുകാരന്. പട്ടികജാതിക്കാരന്റെ പട്ടികവർഗക്കാരന്റെ വായിലേക്ക് ഉത്തരേന്ത്യയിലെ പോലീസുകാരന്റെ കയ്യിലിരിക്കുന്ന ലാത്ത് ഉപയോഗിച്ചിട്ട് മലവും മൂത്രവും കൊണ്ടുപോയിട്ട് അവന്റെ വായിൽ കൊത്തി നിറയ്ക്കുമ്പോ എന്നെ അതിൽ നിന്നുകൊണ്ട് രക്ഷിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പട്ടികജാതിക്കാരന്റെ വിമോചനത്തിനു വേണ്ടി ജാതിമതമില്ലാതെ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ക്ഷണിക്കുക. അതല്ല, മറ്റൊന്നിനും വേണ്ടിയല്ലത്.
അതിനുവേണ്ടി 8 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ദളിത് സ്ത്രീയുടെ മാനത്തെ മാന്തിക്കയറുന്ന നാട് ഇന്ത്യ. അറിയണം നമ്മൾ. തീർന്നോ? ഇവിടെ ക്രൈസ്തവ സഹോദരന്മാരുടെ അവസ്ഥയും മോശമല്ലല്ലോ. അതാ നമ്മൾ കർണാടകയിൽ നിന്ന് പാഠം പഠിച്ചത്, അതാ നമ്മൾ ഒറീസയിൽ നിന്ന് കണ്ടത്. കർണാടകയിൽ എണ്ണമറ്റ പാതിരിമാരുടെ കൈകാലുകൾ വെട്ടിനുറുക്കിയിട്ട് പേപ്പട്ടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തില്ല സംഘപരിവാർ ഭീകരവാദികള്. ആലോചിച്ച് നോക്കണം നമ്മൾ. ഒറീസയുടെ വനാന്തരങ്ങളിലേക്ക് RSSകാരൻ മാറിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അവസാനം പേപ്പട്ടിയെ പോലെ ഒറീസയുടെ വനാന്തരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട ഒരു കന്യാസ്ത്രീ വന്നിട്ട് പറഞ്ഞു, ക്രൂരമായിട്ട് ഞാൻ മാനഭംഗപ്പെടുത്തപ്പെട്ടു സംഘപരിവാറിനാൽ എന്ന്. ആലോചിച്ച് നോക്കുക. അവർ പറയുന്നു ഞങ്ങൾക്കും പേടിയായി രാജ്യത്ത്. SDP പറയുന്നു ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം. അല്ലേ? തൊപ്പിയിട്ടിട്ട് ഒരാൾ അവിടെ നിന്നാല് പേടിയായി ഇവിടുത്തെ മുസ്ലിമിന്. ദാടി ഉണ്ടെന്ന് വെച്ചാല് പേടിയാണ് ഇവിടുത്തെ മുസ്ലിമിന്. മുസ്ലിമിന്റെ ചരിത്രം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താ? ലോകത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പട്ടണങ്ങള്, ഇവിടെയൊക്കെ നല്ല കട ഉണ്ടെങ്കിൽ അറിയപ്പെടുന്ന ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നതിന്റെ പേരിലായിരിക്കും, നല്ല ബിരിയാണിയുടെ പേരിലായിരിക്കും. പക്ഷെ ലോകത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്തറിയപ്പെടുന്ന ഇന്ത്യയുടെ പട്ടണങ്ങള് അതറിയപ്പെടുന്ന എന്തിന്റെ പേരിലാ? അത് അഹമ്മദാബാദ് ആയാലും, അത് ഗുജറാത്ത് ആയാലും, അത് ബഗൽപൂർ ആയാലും, അത് പശ്ചിമ ബംഗാൾ ആയാലും, അത് സിംഗൂർ ആയാലും, ഭീമാപ്പള്ളി ആയാലും, തൊടുപുഴയായാലും, ഈ പെരുമ്പാവൂരായാലും, കിനാലൂരായാലും, ബോംബെ ആയാലും, ഇതൊക്കെ അറിയപ്പെടുന്നത് എത്ര മുസ്ലിമീങ്ങളുടെ മയ്യത്തുകൾ രാജ്യത്തിന്റെ മണ്ണില് കാഫ് മറ പോലെ കുന്നുകൂടി എന്നതിന്റെ പേരില്. അല്ലേ? എത്ര മുസ്ലിമീങ്ങളുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഗ്യാലൻ കണക്കിന് ചോര രാജ്യത്തിന്റെ മണ്ണില് ചോർന്നൊഴുകി എന്നതിന്റെ പേരില്. ആർക്കും വേദനയില്ല ഇവിടെ. 47ന്റെ കാലഘട്ടം വരെ രാജ്യത്തിന്റെ വൈദേശിക ആധിപത്യത്തോട് ശക്തമായി പോരടിച്ചു നിന്നവര് അവസാനം കോൺഗ്രസുകാരന്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രത്തിലൂടെ രാജ്യത്ത് വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ മരിച്ചു വീണത് 2 ലക്ഷം മുസ്ലിമീങ്ങൾ. 983 ആസാമിലെ നെല്ലയിൽ കുഴിഞ്ഞു കൊടുക്കപ്പെട്ടത് 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങള്. 92 ഡിസംബർ 6-ാം തീയതി, അതുപോലെ 93 ജനുവരിയുടെ ആദ്യ ഭാഗങ്ങളിൽ രാജ്യത്ത് കുന്നുകൂടപ്പെട്ടത് 2500-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ മയ്യത്തുകള് ബോംബെയിലെ JJ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ബാൽ താക്കറെ എന്ന് പറയുന്ന വർഗീയവാദിയുടെ കരങ്ങളാൽ. അല്ലേ? 2002 ഗുജറാത്തിന്റെ മണ്ണില് ആയിരക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടേത്, അതുപോലെ കുട്ടികളുടേത്, ആബാലവൃദ്ധം വരുന്ന ജനങ്ങളുടേത്, അവരുടെയൊക്കെ തൃശൂലമനകൾ കയ്യിലിരുന്ന തൃശൂലമനകളിലൂടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമനായ നാറിയുടെ തൃശൂലമനകൾ കോർത്തെടുത്തത് രാജ്യത്ത് 3000-ഓളം മുസ്ലിമീങ്ങളുടെ മയ്യത്തുകള്. മറുപടി ഇവിടെ ആരാ ഭരിച്ചത്? ഇവിടെ കോൺഗ്രസ്. മറുപടി ഉണ്ടോ? ഇവിടെ മറുപടി ഉണ്ടോ? ആർക്കാണ് മറുപടി? ആരാ സംസാരിക്കുന്നതിനെ കുറിച്ച്? ഇപ്പൊ നിങ്ങൾ ന്യൂനപക്ഷമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്താ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാല്? എന്ത് ന്യൂനപക്ഷ? ഈ രാജ്യത്തിന് വേണ്ടി എല്ലാം കൊടുത്ത ആളുകള്, വൈദേശിക ശക്തികളോട് പോരടിച്ചു നിന്ന ആളുകള്, ഈ രാജ്യത്തിന് വേണ്ടി സാഹിത്യ ഗ്രന്ഥങ്ങൾ കൊടുത്തത്, ഗോളശാസ്ത്രത്തെ കുറിച്ച് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചത്, താജ്മഹൽ ഉൾപ്പെടെ, കുത്തബ്മിനാർ ഉൾപ്പെടെ, ഫത്തേപൂർ സിക്രി ഉൾപ്പെടെ, നമുക്കറിയാം മുഗൾ ഗാർഡൻ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന തലപ്പാവളി രാജ്യത്തിന് വേണ്ടി കൊടുത്ത മുഗൾ സാമ്രാജ്യത്തിന്റെയും സുൽത്താനേറ്റ് ഭരണാധികാരികളുടെയും പിന്മുറക്കാര് അവർ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീഥികളിലൂടെ, വഴിയോരങ്ങളിലൂടെ പേപ്പട്ടികളെ പോലെ അടികൊണ്ടും വെടികൊണ്ടും വെടികൊണ്ടും വീഴുമ്പോ ഈ രാജ്യത്ത് ഇതിന് മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം, അത് ഭീകരവാദം. ചർച്ച ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇവിടെ? അവരാഗ്രഹിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അവർക്കാർക്കും താല്പര്യമില്ല ഇതിനെക്കുറിച്ച്. ഇതാ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാലോ. പുതിയ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടത് ഹവാല വരുന്നു. ഹവാല ആർക്കാ പണം വരുന്നത്? മുസ്ലിമീങ്ങൾക്ക്. എന്നിട്ട് ഹവാല പണം കണ്ടുപിടിക്കുന്നുണ്ട് ആരെങ്കിലും? ആരും കണ്ടുപിടിക്കണില്ല. പിന്നീട് നമ്മൾ കണ്ടെന്താണെന്നറിയാമോ? ആയുധ കപ്പൽ വരുന്നു. എവിടെ നിന്നാ വരുന്നത്? ഇറാനിൽ നിന്ന്. എങ്ങോട്ടാ വരുന്നത്? കോഴിക്കോടിലേക്ക് ഇങ്ങനെ ഇറാന്റെ കപ്പൽ വന്നിട്ട് നമ്മൾ വിനയപരസരം ചോദിക്കുക. കശ്മീരിൽ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന മധുരനാരങ്ങയുടെ വണ്ണവും വലുപ്പവും അതുപോലെ അതിന്റെ നിറവും മണമൊക്കെ വലിയ ഹൈ റെസൊല്യൂഷൻ ക്യാമറ വെച്ചിട്ട് പകർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യ വളർന്നിട്ടുള്ളപ്പോ ആയുധ കപ്പൽ ഇറാനിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ കോഴിക്കോട്, കാപ്പാട്, കടപ്പുറ ഭാഗങ്ങളിലേക്ക് ബേപ്പൂർ സുൽത്താന്റെ നാട്ടിലേക്ക് വരുമ്പോൾ രാജ്യത്തിന്റെ പട്ടാള സന്നാഹം തങ്ങളുടെ കയ്യിലിരിക്കുന്ന തോക്ക് പിടിച്ചുകൊണ്ട് എന്തെടുക്കാനാണോ? അതുപോലെ ഒരു ബുദ്ധിയുമില്ലാത്ത ഇന്റലിജൻസ് വിഭാഗം എന്ത് പണിയെടുത്തോണ്ടിരിക്കുക? പിടിച്ചു കെട്ടേണ്ട ഈ കപ്പലുകളെ ആരാ ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക്, കേരളത്തിന്റെ മണ്ണിലേക്ക്, കോഴിക്കോടിന്റെ തീരത്തിലേക്ക് കപ്പലുകൾ പറഞ്ഞുവിടുന്ന ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാരാരാ? അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ വർഗീയവാദി, തീവ്രവാദി. പിന്നീട് നമ്മൾ കണ്ടു, അനുഭവിക്കുകയാണ്. ഒരു സമുദായം എന്ന നിലയ്ക്ക് രാജ്യത്തെ 17% വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ 20 കോടി 18 ലക്ഷം മുസ്ലിമീങ്ങളുടെ അഭിമാനം പിച്ച ചീന്തപ്പെട്ടതുപോലെ രാജ്യത്തിന്റെ മണ്ണിൽ ആരുടെയെങ്കിലും അഭിമാനം ഇവിടെ പിച്ച ചീന്തിയോ? നമ്മൾ നോക്കിയേ, മുസ്ലിം സർവ എവിടെയാണ്? തിരുവനന്തപുരത്ത്. ആര് ഭരിക്കുമ്പോ? ഇടതുപക്ഷക്കാരൻ ഭരിക്കുമ്പോ, അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ CPM-ന്റെ വർഗീയവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സർവേ. എന്താ? രാജ്യസ്നേഹം തെളിയിക്കാൻ.
ഏതാ രാജ്യസ്നേഹത്തിന്റെ ആളുകള്? നമ്മൾ പഴശ്ശിരാജയിലും മമ്മൂട്ടി ഇങ്ങനെ വീറോടെ മരിച്ചു വീഴുന്നത് പോലെയല്ല. ചരിത്രത്തിന്റെ യഥാർത്ഥ ചരിത്രം പറയുന്നത് കയ്യിലുണ്ടായിരുന്ന വജ്രമോതിരം വിഴുങ്ങിയിട്ടാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇഞ്ചോടിഞ്ച് പോരടിച്ചു നിന്നവരുടെ സമുദായത്തിന്റെ രാജ്യസ്നേഹം അളക്കാനായിട്ട് ആരാ വരുന്നതെന്നറിയാമോ? അമേരിക്കൻ തെമ്മാടി പട്ടികളെ ഈ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ഗവൺമെന്റ്. പിന്നീട് നമ്മൾ കണ്ടു എന്താ ശുചിത്വം അളക്കണം, അതിനുവേണ്ടി പ്രത്യേക സർവ്വ ഭീമാപ്പള്ളിയിലും അതുപോലെ പരിസര പ്രദേശത്തും മുസ്ലിമീങ്ങളുടേതായ ആളുകളെ മാത്രം കണ്ടുപിടിക്കുന്നു ശുചിത്വം ഉണ്ടോന്ന്. ഇപ്പൊ കേട്ടതുപോലെ ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോ നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ഉൾപ്പെടെ അറിയുന്നതാണ്, ഉളു എന്ന് പറയുന്ന ഒരു കർമ്മത്തിലൂടെ 5 സമയം കൃത്യമായി ഉളു എടുത്തിട്ട് അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഉള്ളതിന്റെ പേരിൽ രാവിലെയും വൈകിട്ടും കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധി കാക്കുന്ന ഒരു വിഭാഗം അവരുടെ ശുദ്ധി അളക്കാനായിട്ട് അമേരിക്കയിൽ നിന്നിട്ട് തൂറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടു കഴുകാത്ത മാതാവുമാരെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലേക്ക്, കേരളത്തിന്റെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തുന്നു രാജ്യത്തിന്റെ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ ഗവൺമെന്റ്. എന്തിനു വേണ്ടി ഇത്? എന്തിനു വേണ്ടി ആലോചിക്കണം. ഇനിയും അതേ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ രാജ്യത്തെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുസ്ലിം എന്നല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കണം, എന്തിനു വേണ്ടിയായി ഇനിയും ആ കൊടിക്ക് പിന്നാലെ നമ്മൾ പോകുന്നത്? തീർന്നോ? അതൊക്കെ അവസാനിപ്പിച്ചു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് സോപ്പിന്റെ അകത്ത് ചിപ്പൊക്കെ വന്ന സംഭവം. അതിനു മുമ്പ് നമ്മൾ കണ്ട് സ്ഫോടനത്തിന്റെ പേര് പറഞ്ഞു. സ്ഫോടനം മുഴുവൻ നടത്തിയത് ആരാണ്? മലേഗാവ് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങളാണ്, നന്ദേട് കേട്ടപ്പോ പറഞ്ഞു മുസ്ലിമീങ്ങളാണ്. അവസാനം അസിമാനന്ദ സ്വാമിയെ പോലെയുള്ള ആളുകള് പാവപ്പെട്ട നിരപരാധിയായ കലീമിനെ കണ്ടിട്ട് കണ്ണീര് വാർത്തിട്ട് പറഞ്ഞു ഞാനാത് ചെയ്തത്. ഇല്ലേ? ലോകത്തിന്റെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കർ ലോകത്തോട് ആ സത്യം വിളിച്ചു പറഞ്ഞു, ഇവരാരും തീവ്രവാദിയല്ല. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നമസ്കാരത്തിന് പോകുന്ന മുസ്ലിമീങ്ങളെ തീവ്രവാദിയാക്കണ്ട, അവരെ നിങ്ങൾ ഭീകരവാദിയാക്കണ്ട. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭീകരവാദികൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആത്മാവിന്റെ നേരിലേക്ക് നോക്കിയിട്ട്, നെഞ്ചത്തേക്ക് നോക്കിയിട്ട് നിറയൊഴിച്ച ഈ രാജ്യത്തെ RSSകാരാണ്. രാജ്യത്ത് ബാബരിയുടെ കുപ്പകൾ തകർത്ത് തരിപ്പണമാക്കിയവരാണ് ഈ രാജ്യത്തെ യഥാർത്ഥ ഭീകരവാദികള്. അതുകൊണ്ട് പ്രവീൺ തൊഗാഡിയ തീവ്രവാദിയാണ്, കുമാർ നാരായണൻ തീവ്രവാദിയാണ്, KV ഉണ്ണികൃഷ്ണൻ തീവ്രവാദിയാണ്, മാധുരി ഗുപ്ത തീവ്രവാദിയാണ്, ദയാനന്ദ പാണ്ഡെ തീവ്രവാദിയാണ്, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ തീവ്രവാദിയാണ്, കേണൽ പുരോഹിത് തീവ്രവാദിയാണ്, സുധാംശു സുധാകർ തീവ്രവാദിയാണ്. ആര്യ സാമ്രാജ്യത്തിന്റെ അടിത്തറ കുറപ്പേകാൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഴുതുറത്തുകൊണ്ട് ചുടുചോര കുടങ്ങളിലേന്തി 90കളിലൂടെ രഥമുരുട്ടിയ AB വാജ്പേയി ഒക്കെ തീവ്രവാദിയ, AK അദ്വാനി തീവ്രവാദിയ, ഒറീസയുടെ മണ്ണിൽ പാവപ്പെട്ട കന്യാസിയുടെ മാനത്തിന് പോലും വിലയിട്ട RSSകാരാണ് തീവ്രവാദികൾ. ആ ബോംബും പൊട്ടിയില്ല മുസ്ലിമീങ്ങളുടെ മേല്. പിന്നീട് നമ്മൾ ഇപ്പൊ കാണുന്ന പുതിയത് പിന്നീടൊന്ന് കണ്ടു. നമ്മുടെ തൊടുപുഴ ഞങ്ങളുടെ നാട്ടില് പ്രവാചക നിന്നയുടെ പേരില് ആ രീതിയിലൊന്ന് ഇളക്കാൻ നോക്കി നമ്മളെ, ഇല്ലേ? അതിന്റെ പേരില് ഞങ്ങളങ്ങോട്ട് തകർക്കാൻ നോക്കിയില്ലേ? ഒരു മൂവാറ്റുപുഴയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അതേ മൂവാറ്റുപുഴ ഏതിന്റെ പേര് പറഞ്ഞിട്ടാണോ ഞങ്ങളെ തകർക്കാൻ നോക്കിയത്? താക്കിധാരികളായ ആളുകള് നൂറുകണക്കിന് SDPയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തിട്ട് നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയിട്ട് കഴുത്തുറങ്കിൽ അടച്ചിട്ട് പീഡിപ്പിക്കാൻ നോക്കിയത് അതേ മൂവാറ്റുപുഴയുടെ മണ്ണില് എറണാകുളം ജില്ലയെ സ്തബ്ധമാക്കിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തില് ഇതരങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുൻമുരയിൽ നിർത്തിക്കൊണ്ട് വരുന്ന ഏപ്രിൽ മാസം 19, 20 അധിനിവേശത്തെ രാജ്യത്തെ ചെറുക്കുക, അഴിമതിയെ തുരത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ ജില്ലാ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളും വരണം മൂവാറ്റുപുഴയുടെ മണ്ണിലേക്ക്. അതേ വേണ്ടിയായി സമ്മേളനം. അതിനുവേണ്ടി അന്ന് നമ്മളെയൊക്കെ തകർക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട്, ചില പോലീസുകാര് നല്ലവരായ ഹേമന്ത് കർക്കറെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും പെടാത്ത ചില ആളുകളുണ്ട്. കാക്കിയെങ്ങാനും ദേഹത്തേക്ക് ഒട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴപ്പ് കയറുന്ന കുറെ കഴിവ് ഏറികളായിട്ടുള്ള പോലീസുകാര് അവരെ ഒന്നും കണ്ടിട്ട് ഈ രാജ്യത്തിന്റെ മർദ്ദിത വിമോചനത്തിന്റെ പോരാട്ടത്തെ അവസാനിപ്പിക്കാൻ SDP തയ്യാറല്ല. കാരണം ഇത് പട്ടിണി കിടക്കുന്നവന്റെ നെറുകയിൽ വിധിക്കുന്ന വിപ്ലവമാണ്. ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നവന്റെ വിമോചനത്തിനുള്ള വിപ്ലവമാണ്. അടിച്ചമർത്തപ്പെടുന്നവൻ ഉയർത്തെഴുന്നേൽക്കാനുള്ള പോരാട്ടമാണിത്. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഈ കോൺഗ്രസുകാരന്റെ, ഈ രാജ്യത്തെ സംവരണങ്ങൾ വേണ്ട, ഈ രാജ്യത്തിന്റെ അവകാശങ്ങള് മഹാനായ അധകൃത സമൂഹത്തിന്റെ മുന്നേറ്റ പോരാളിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഉയർത്തിയ ഭരണഘടന പറയുന്ന അവകാശങ്ങളുണ്ടല്ലോ, അത് ഈ രാജ്യത്ത് ചോദിച്ചു വാങ്ങിയിട്ട് അവിടെ എത്തേണ്ടടുത്ത് എത്താൻ വേണ്ട ഒരു പോരാട്ടമാണ് SDP നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തകർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ട് പിടിച്ചു കെട്ടിയേക്കാം, പിള്ളേരെ ഇങ്ങോട്ട് വിടാതിരുന്നേക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ 5-6 കുട്ടികളുടെ പരിപാടിയാണെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയടോ. അന്ന് 9 മാസത്തിന് ശേഷം 22 സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങള് 9 നിന്ന് 22 സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങൾ മെയ് 5-ാം തീയതി പ്രതീക്ഷിക്കുകയാണ്. മണിപ്പൂരിന്റെ മലമടക്കുകളില് തോക്കുകൾ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിന്റെ മലമടക്കുകളിൽ നിന്ന്
നിന്നുകൊണ്ട് അടുത്ത നിയമസഭയുടെ റിസൾട്ട് മെയ് 5-ാം തീയതി വരുമ്പോൾ ഒരുപക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ MLA ഉണ്ടാകുന്നത് അതേ മണിപ്പൂരിന്റെ മലമുടക്കിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം മണിപ്പൂരിലുണ്ടോ ഈ സാധനം അല്ലേ? ഇങ്ങനെ ചില സംശയം. അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഇവിടെ ഉണ്ട്. ഇവിടെ അലിയാർ സാഹിബ് പറഞ്ഞ പോലെ രാജസ്ഥാന്റെ മണൽപ്പരപ്പുകളില്. കാരണം ഇതൊരു ലക്ഷ്യമാണ്. SDPI ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അത് രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. മറിച്ച് SDPI ഒരു ലക്ഷ്യമാണ്. എന്തിനു വേണ്ടിയുള്ള ലക്ഷ്യം? ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന പട്ടികജാതിക്കാരനെ പട്ടിണി മാറ്റാനുള്ള പോരാട്ടത്തിന്റെ ലക്ഷ്യം, ഈ രാജ്യത്ത് ദലിതന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം, ഈ രാജ്യത്ത് മർദ്ദിതന്റെ വിലാപങ്ങൾക്ക് വിരാമം കുറിക്കാനുള്ളവന്റെ ലക്ഷ്യം, ഈ രാജ്യത്ത് 17% വരുന്ന ഇന്ത്യയിൽ 20 കോടി 18 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ കലാപങ്ങളുടെ വിലാപഭൂമിയിൽ സ്വത്വബോധത്തിന്റെ വീണ്ടെടുപ്പിനായി പോരടിക്കുമ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം. അതുകൊണ്ട് ഒരു ലക്ഷ്യത്തെ തകർക്കാൻ കഴിയില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടേയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, മഹാനായ നെൽസൺ മണ്ടേല ലോകത്തിന് കെട്ടിയത് കറുത്ത വർഗത്തിന് വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിൽ നീണ്ട 27 വർഷ കാലഘട്ടം കൊണ്ടുപോയിട്ട് അകത്തളത്തി കൊണ്ടുപോയിട്ടില്ലേ, പീഡിപ്പിച്ചില്ലേ? അവസാനം 1994 അതേ ദക്ഷിണാഫ്രിക്കയിലെ തടവറകളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് വന്ന നെൽസൺ മണ്ടേല എന്ന് പറയുന്നയാള് അതേ 1994 കറുത്തവന്റെയും വെളുത്തവന്റെയും പ്രസിഡന്റ് ആയിട്ടാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചരിത്രത്തിലേക്ക് വന്നത് എങ്കിൽ ഇത് ചരിത്രം മാറ്റി എഴുതാനുള്ള, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി എഴുതാനുള്ള പോരാട്ടത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് SDPI എന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് നമ്മൾ കണ്ട് ലവ് ജിഹാദ് എവിടെയായി? കേൾക്കുന്ന സഹോദരന്മാരെ, ക്രൈസ്തവ സഹോദരന്മാരെ, എത്ര മുസ്ലിം കുട്ടികൾ നിങ്ങളുടെ അയൽപക്കത്തിൽ നിന്നുകൊണ്ട് എത്ര ക്രിസ്ത്യാനി പെൺകുട്ടികളെ ലൈനടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരിമാരെ എത്രണ്ണം കൊണ്ടുപോയി. ഇത് വെറുതെ ഉണ്ടാക്കി മാധ്യമങ്ങൾ വല്ലാണ്ട് ആലോചിച്ച് ഇതിനെക്കുറിച്ച് ചാനലുകൾ ചർച്ച ഉണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ ആഘോഷിച്ചു. സമയക്കുറവുള്ളത് മൂലം ഞാൻ വിശദീകരിക്കുന്നില്ല. ലവ് ജിഹാദിന്റെ പേരില് പിന്നീട് ഇപ്പോഴാണ് പറയുന്നത് ഇമെയിൽ എന്ന് പറയുന്ന പുതിയ ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ അല്ലേ? അപ്പൊ പറയുന്നു ഉമ്മൻചാണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ലക്ഷ്യം കണ്ടിട്ടല്ല ഇതൊന്നും ചെയ്തത്, ഇതൊന്നും ഞങ്ങൾക്ക് അജണ്ടയല്ല, മറ്റൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ല എന്ന് പറയുമ്പോ നിങ്ങൾ നോക്കിയേ, അന്നത്തെ പോലീസ് സൂപ്രണ്ടിന്റെ കൃത്യമായ സർക്കുലർ രാജ്യത്ത് ഇന്റർനെറ്റിന്റെ സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുത്തിരിക്കുന്നത് സർക്കുലർ നമ്പർ P3 2444 2011 സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ 1ാമത്തെ സെന്റൻസ് ഒന്ന് വായിക്കണം നിങ്ങൾ. സിമിന്ന് അറിയാതെ വന്നതാണ് ഇതിന്റെ അകത്ത് പേരെന്ന്. പ്ലീസ് ഫൈൻഡ് എൻക്ലോസ്ഡ് എ കോപ്പി ഓഫ് ദ ഇമെയിൽ IDs ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് എ കണക്ഷൻ വിത്ത് സിമി ആക്ടിവിറ്റീസ്. യു ആർ ഡയറക്റ്റഡ് ടു ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദോസ് ഇമെയിൽ യൂസേഴ്സ് ഫ്രം ദ ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ്. എന്താ അർത്ഥം? സിമിയിൽ പ്രവർത്തിക്കുന്ന എന്ന് സംശയിക്കപ്പെടുന്ന ഇത്രയും പേരുടെ ലിസ്റ്റ് 268 പേരുടെ ലിസ്റ്റിൽ 258 പേര് മുസ്ലിമീങ്ങളാകുന്ന പ്രത്യേക സർക്കുലർ കൊടുത്തു. നമ്മുടെ ഉമ്മൻചാണ്ടി പറയുന്നത് അതിൽ ഞങ്ങൾക്കൊന്നും യാതൊരു ഇടപെടലുകളില്ലെന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, എന്തിനു പോലും മുസ്ലിം ലീഗിന്റെ കെട്ടപ്പറ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ഒരുമിച്ച് കടന്നിറങ്ങുന്ന ഉമ്മൻചാണ്ടി പാതിരിയായി കഴിയുമ്പോൾ പതുക്കെ ഉടുത്തിരിക്കുന്ന മുണ്ടങ്ങോട് മാറ്റിയിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അകത്ത് കിടക്കുന്ന ഇമെയിലെങ്ങാനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭീകരവാദം ഉണ്ടോ എന്ന് തെളിയിക്കുന്ന വേണ്ടി അദ്ദേഹം അത് പതുക്കെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുമ്പോ രാജ്യത്തെ ഒരു പൗരന്റെ സ്വകാര്യതയിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഭരണകൂടത്തിന് എന്ത് അധികാര ഭരണഘടന കൊടുക്കുന്നത്? DGPക്ക് എന്ത് അധികാര കൊടുക്കുന്നത്? ഭരണഘടന അങ്ങനെ ഒരു അധികാരം ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്നില്ല, പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ അങ്ങനെ ആക്കണം, അതല്ലേ ഇത് വലിയൊരു വലയാ. കാരണം എന്താ? അതിൽ വിദ്യാർത്ഥികള്, പ്രൊഫഷണലുകള്, തൊഴിൽ തേടുന്ന ആളുകള്, അതുപോലെ തന്നെ പത്രപ്രവർത്തകര്, മതപണ്ഡിതന്മാർ എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ട്. ഒരു റാൻഡം എങ്ങനെ ഒരു നല്ല ഡേറ്റ കളക്ഷൻ പറ്റിയ രീതിയിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ ചോദിച്ചു സിമി എന്നുള്ളത് അറിയാതെ വന്നെങ്കിൽ അറിയാതെ ആ സിമി ബന്ധമാണ് ഉണ്ടാക്കി